PM ശ്രീയിൽ അടൂർ പ്രകാശിന്റെ മലക്കം മറിച്ചിൽ കണ്ടാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വരെ വല്ലാത്ത നാണക്കേട് തോന്നും. കാര്യം അവരുടെ ഒരു ജനപ്രതിനിധി ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളുടെ ഇടവേളകളിൽ എങ്ങനെയാണ് ഓന്തിസം നടത്തുന്നത് എന്നതിന്റെ തെളിവാണ്. ഓന്തിസം എന്ന് പറഞ്ഞാൽ ഓന്തുകളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി പറഞ്ഞ മറുപടി ഒന്ന് ഇരുട്ടി വെളുത്തുടനെ മാറ്റി പറയാനുള്ള ആ തൊലിക്കെട്ടി ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ കാണേണ്ടത്. ഇത് ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ എല്ലാ വിഷയത്തിലും ഒരാൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോ ഇന്നലെ രാത്രി PM ശ്രീയുമായി ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞു, അതേ നാവ് കൊണ്ട് അതേ വ്യക്തി തന്നെ രാവിലെ എന്ത് പറയുന്നു എന്ന് നിങ്ങളൊന്ന് കേട്ടെ. അല്ല, PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അത് പിന്മാറാൻ പറ്റില്ലല്ലോ. അതെ, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു MOU സൈൻ ചെയ്തതിന് ശേഷം അതല്ലെങ്കിൽ അന്ന് സൈൻ ചെയ്യാൻ പോകരുത്. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും അന്നത്തെ ഗവൺമെന്റ് എന്നുള്ള നിലയിലും LDF ഗവൺമെന്റ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ചാണ് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ഈ MOU ഒപ്പിട്ടത്. അത് നടപ്പാക്കുക. അത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ലഭ്യമാകുന്ന ഫണ്ട് എവിടെയൊക്കെ വിനിയോഗിക്കണം എന്നതിനെ കുറിച്ച് UDF തീരുമാനിക്കും. ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, UDF അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുമില്ല. ആ തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം UDF എടുത്തു എങ്കിൽ മാത്രമേ ഉള്ളൂ ആ തീരുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളൂ. മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ ഫണ്ട് കൈപ്പറ്റി, അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ലെന്നായിരുന്നു. ഇല്ല, അതിനാണല്ലോ ഉപസമിതി വെച്ചിരിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ഉള്ള ഉപസമിതി വെച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കും. അങ്ങയുടെ ബോധ്യത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാർ ഈ ഫണ്ട് കൈപ്പറ്റിയിരുന്നോ? ഇല്ല, എനിക്ക് അത്തരം കാര്യങ്ങൾ കൃത്യമായി ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. അത് പരിശോധിച്ചതിന് ശേഷം മാത്രം. എജാതി നിലപാടുകളുടെ വിസ്മയം നോക്കണേ. നിലപാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. കാര്യം സംഘപരിവാറുകാരോട് നേരത്തെ വിധേയത്വമുള്ള വ്യക്തിയാണ്. അവരുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം വലിയ ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അടൂർ പ്രകാശ്. അങ്ങനെയുള്ള വ്യക്തിക്ക് PM ശ്രീയുമായി ബന്ധപ്പെട്ട് രണ്ടിലൊന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. അത് സംഘപരിവാറുകാർ എന്ത് തീരുമാനിക്കുന്നു അത് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളതിലേക്ക് സ്കൂളുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ട് ഇന്നിപ്പോ ഇദ്ദേഹം ഇത് പറയുമ്പോൾ നമ്മൾ ഏത് വിശ്വസിക്കണം? നിങ്ങൾ തന്നെ പറ. നാട്ടുകാരായിട്ടുള്ളവർ ഇന്നലെ രാത്രി പറഞ്ഞത് വിശ്വസിക്കണോ, ഇന്ന് രാവിലെ പറഞ്ഞത് വിശ്വസിക്കണോ? ആറ്റിങ്ങൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച വ്യക്തിയാണ്. ആ ആറ്റിങ്ങലുകാർ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങളുടെ ജനപ്രതിനിധി എത്രമാത്രം സത്യസന്ധനും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് എന്നതിന് ഇതിനേക്കാൾ മികച്ച ഉദാഹരണം ഇനി ആവശ്യമുണ്ടോ? ഇന്നലെ മറ്റൊരു അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചിരുന്നത് PM ശ്രീയുമായി മുന്നോട്ടെന്നായിരുന്നു. അതിൽ സ്കൂളുകൾ കണ്ടെത്തി UDF കൊടുക്കും, സർക്കാർ കൊടുക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് മറ്റൊരു അടൂർ പ്രകാശാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ UDF ചേർന്നതിന് ശേഷം PM ശ്രീയിൽ മുന്നോട്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആളുകളടക്കം മാധ്യമങ്ങളടക്കം വിചാരിക്കുന്നത് അവിടെ ചർച്ചയായി തീരുമാനമെടുത്തു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ലീഗ് അടക്കം അതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. നിലവിൽ ഇന്ന് രാവിലെയാണ് PK കുഞ്ഞാലിക്കുട്ടി വന്ന് ഇതിൽ അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല, അതൊരു അജണ്ട പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് പിന്നാലെയാണ് അടൂർ പ്രകാശ് വന്ന് പറയുന്നത് ഇതില്ല, അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല, അജണ്ടയായിട്ടില്ല, കൃത്യമായ മലക്കം മറിച്ചിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.